ധരംശാല ഇന്ത്യൻ 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഒരു അൺപ്രഡിക്റ്റബിൾ ആയ ഒരു വെന്യൂ ആണ്. ഇവിടെ തണുപ്പ് വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ ബൗൺസും തിൻ എയർ എഫക്റ്റും പന്തിന്റെ പേസും ആ ഒരു ക്യാരി ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റും എല്ലാനും ഇത് സ്വാഭാവികമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ 3-4 ഓവറുകളിൽ ബോൾ സ്വിംഗ് ചെയ്യാനാണ് സാധ്യത. സെയിം നിൽക്കും. ലെങ്ത് മിസ്സാണെങ്കിൽ ബാറ്റർമാർ പണിഷ് ചെയ്യും, അത് ബൗണ്ടറി അടിക്കും. ലെങ്ത് പെർഫെക്റ്റ് ആണെങ്കിൽ ബൗളർ ഡോമിനേറ്റ് ചെയ്യും, അതായത് ആധിപത്യം സ്ഥാപിക്കും. ധർമ്മശാലയിൽ മാച്ച് ഹീറോ ലൈനും ലെങ്ത്തും ആണ്. ഏതൊരു ടീമും വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇവിടെ എല്ലാ മത്സരങ്ങളും, ഈ ഒരു വേദിയിൽ എല്ലാ മത്സരങ്ങളും പവർ പ്ലേ ആണ് മാച്ചിന്റെ ടേണിംഗ് പോയിന്റ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി. പറഞ്ഞു വരുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 മത്സരത്തെ കുറിച്ചാണ്. ഇപ്പോൾ സീരീസ് 1-1. ആദ്യ മത്സരം ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു. രണ്ടാം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ തിരിച്ചടി. ഇപ്പോൾ മൂന്നാം മത്സരം ഒരു ഡിസൈഡർ ആയിരിക്കുകയാണ്. അതിനാൽ രണ്ടു ടീമുകൾക്കും ടെൻഷനും അർജൻസിയും ഉള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഒരു എയർലി വിക്കറ്റ് ഒന്നും വിട്ടുകൊടുത്തില്ല. ആദ്യത്തെ റിക്കൽട്ടന്റെ വിക്കറ്റ് മാത്രം പോയുള്ളൂ. കിൻഡൻ ഡിക്കോക്ക് ഫോമിൽ തിരിച്ചെത്തി, 90 അടിച്ചു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റോട്ടേറ്റ് സൂപ്പർബ്, പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് എയ്ഡൻ ബാക്കറുമായിട്ട് മിഡിൽ ഓവേഴ്സിൽ പ്രതിരോധം തീർത്തു. ഇന്ത്യൻ ബൗളേഴ്സിന് ആ ഒരു പ്രതിരോധം പെട്ടെന്നൊന്നും തകർക്കാൻ കഴിഞ്ഞില്ല. 100-നപ്പുറം പോയി. ഇന്ത്യൻ ബൗളിംഗ് അത്ര ഷാർപ്പ് ആയിരുന്നില്ല. അർഷദീപിന് ഒരു റിതം കിട്ടിയില്ല, നല്ല പക്ഷെ അടി കിട്ടി. ബുംറ ഒരു സ്റ്റഡി, ഒരു കൺട്രോൾ ആകാതെ പോയി, ലെങ്ത് മിസ്സായി പോയി പലപ്പോഴും യോർക്കർ ചെയ്യാൻ നോക്കിയിട്ട്. അപ്പോ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് അതൊരു ക്യാപിറ്റലൈസ് ചെയ്തു. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് രണ്ടാമത് വന്നപ്പോൾ ഒരു തകർച്ചയായിരുന്നു. തിലക് വർമ്മയായിരുന്നു പക്ഷെ ഇന്ത്യൻ ബാറ്റിംഗിൽ ഏറ്റവും ബ്രൈറ്റ് സ്പോട്ട്. ബ്രില്യൻ കമ്പോസർ, സ്പിന്നിനും പേസിനും എതിരെ എല്ലാ ടെക്നിക്കുകളും സൂപ്പർ ഷോട്ട് സെലക്ഷൻ. പക്ഷെ നമ്മുടെ ഗില്ലും സൂര്യയും ഉണ്ടല്ല, ഈ സീരീസിൽ ഫ്ലോപ്പ് ആണ് ഇതുവരെ ആദ്യ 2 മത്സരങ്ങളിൽ. ശുഭ്മാൻ ഗിൽ പവർ പ്ലേയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ഫോം ഇല്ല, ടൈം, ഫുട് വർക്ക് എല്ലാം ഒരു ഡിസ്കണക്ട് ആയ പോലെ തോന്നുന്നു. സൂര്യകുമാർ യാദവ് ആവട്ടെ, ക്യാപ്റ്റൻസി പ്രഷർ കൂടി ബാറ്റിംഗ് ഫ്ലുവൻസി തന്നെ ഇല്ലാതാക്കി. സൂര്യകുമാറിന്റെ ഷോട്ട് സെലക്ഷൻ പ്രെഡിക്റ്റബിൾ ആണെന്നേ. ഹൈ റിസ്ക് ഓപ്ഷൻ എയർലി ആയി അറ്റംപ്റ്റ് ചെയ്യുന്നു. ഹൈ റിസ്ക് ഇല്ലാത്ത ഒരു സമയത്തും എയർലി ആയിട്ട് ആ ഷോട്ടിന് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെയും ഫോമാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇവർ ഫോം ആയാൽ ഇന്ത്യ ജയിക്കും, 100% ഉറപ്പ്. ഇപ്പോൾ വരുന്ന മൂന്നാം മത്സരത്തിന്റെ കാര്യം എടുത്താൽ പിച്ചിന്റെ ഒരു നേച്ചർ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കും. ശുഭ്മാൻ ഗില്ലിന് പറ്റിയ വിക്കറ്റ് ആണ്. ഹൈ സ്കോറിംഗ് ആയിരിക്കുള്ളൂ. ഡ്യൂ ഫാക്ടർ, അതായത് മഞ്ഞുവീഴ്ച മൂലമുണ്ടാവുന്ന ഈർപ്പം, ഒരു എന്താ പറയുക, സെക്കൻഡ് ഇന്നിങ്സ് സൂപ്പർ ആയിട്ട് കളിക്കാൻ പറ്റും. അതായത് ചേസിംഗ് ടീം സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവും നല്ല രീതിയിൽ. അത് ഈർപ്പം കൂടുമ്പോൾ പന്തിന്റെ മറ്റേ ഇതൊക്കെ ഒന്നും കിട്ടില്ല. വെദർ ഒരു ക്ലീൻ ആൻഡ് ചില്ലായിരിക്കുള്ളൂ. ആദ്യം സീം മൂവ്മെന്റ്സ് ഉണ്ടാകും, പക്ഷേ വെരി എയർലി ഓവേഴ്സ് മാത്രം ഒരു സീം മൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഒരു ബാറ്റിംഗ് പാരഡൈസ് ആയിട്ട് പിച്ച് മാറും. ഇനി നമ്മൾ ഇന്ത്യയുടെ അപ്രോച്ച് എങ്ങനെ മാറ്റണമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പവർ പ്ലേ ബാറ്റിംഗ് ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറയാനാണ്. ഇന്ത്യയുടെ പവർ പ്ലേ ബാറ്റിംഗ് ഒരു തകർച്ചയിലാണ്. ഫസ്റ്റ് ഗില്ലിന്റെ ഔട്ട് ഓഫ് ഫോം. അദ്ദേഹം ഫോമായി കളിക്കുകയാണെങ്കിൽ തന്നെ ലോ റിസ്ക് ഓപ്ഷനിൽ കളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് സ്റ്റേ ഓൺ ദ വിക്കറ്റ്, അതായത് വിക്കറ്റ് കളയാതെ പവർ പ്ലേയിൽ. എയർലി വിക്കറ്റ് പോയാൽ ഇന്ത്യക്ക് ഒരു തകർന്നു പോയേക്കാവുന്ന ബാറ്റിംഗ് പിന്നെ ഒരു കൊളാപ്സ് ആയേക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ അപ്രോച്ച്, ക്യാപ്റ്റൻ ആയതിന്റെ പ്രഷറിലല്ല ഒരാൾ ബാറ്റ് ചെയ്യേണ്ടത്. സൂര്യക്ക് ആംഗിൾസും ഒരു അൺഓർത്തഡോക്സ് ഓപ്ഷൻസും തിരിച്ചു കിട്ടണം. അതല്ലെങ്കിൽ ഇന്ത്യക്ക് പവർ ഹിറ്റിംഗ് അതിന്റെ ഒരു കർവ് തന്നെ നഷ്ടമാവും. പിന്നെ ഇന്ത്യയിലേക്ക് വന്ന ബൗളർമാരുടെ ലെങ്ത്, അർഷദീപ്, ബുംറ രണ്ടുപേരും സെക്കൻഡ് മാച്ചിൽ ലെങ്ത് മിസ് ചെയ്ത്. ബുംറ അടിപൊളിയാണ്ടല്ല, ഒരു ലെങ്ത്, ഒരു സ്റ്റംസിൽ ലൈനിൽ എറിയാൻ സാധിച്ചില്ല. എല്ലാവരും പലതൊക്കെ മാറിപ്പോയി. പിന്നെ ഒരു മിഡിൽ ഓവർ സ്റ്റെബിലിറ്റി ഉള്ളത് ആകെ തിലകിനാണ് ബാറ്റിങ്ങിൽ. അദ്ദേഹമായിരിക്കും ഇന്ത്യയുടെ ഇന്നിങ്സിന്റെ നട്ടല്. കൂടാതെ മറ്റുള്ളവർക്കും കളിക്കാൻ വേണ്ടി തിലക് ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. തിലകിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ എനിക്കാണ് തോന്നുന്നത്. അതേപോലെ ശിവൻ ദുബെയൊക്കെ നല്ലതായിരിക്കും അവസാനം തിലക്. സൗത്ത് ആഫ്രിക്കയുടെ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ കിൻഡൻ ഡിക്കോക്കിന്റെ ഒരു പ്രൈം ടച്ച്, ഇപ്പൊ 90 റൺസ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഡോമിനൻസ് കാഴ്ചവെച്ചു. റീസ ഹെൻഡ്രിക്സിന്റെ സ്റ്റെബിലിറ്റി,
പേസിന് അദ്ദേഹം എയർലി ഒരു കാമായിട്ട് നേരിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ബൗണ്ടറി ഓപ്ഷൻസ് സെലക്റ്റീവ് ആയിരിക്കണം. പിന്നെ മിഡിൽ ഓവേർഡ് ഹിറ്റേഴ്സ് ഡേഞ്ചറസ് ആണ്. എയ്ഡൻ മാക്രം, ഡിവാൾ ബ്രേവ്സ്, ഡേവിഡ് മില്ലർ എന്താ പറയുക സ്പിന്നിനെയൊക്കെ ക്ലിയർ ആയിട്ട് ഹിറ്റ് ചെയ്യും. ഒരു മാച്ചിങ് പ്ലേയിങ് പോയിന്റ് ആണ്. ബൗളേഴ്സ് ഡിസിപ്ലിനോട് എൻഗിഡി, പിന്നെ ജാൻസൺ, പിന്നെ ലിൻഡെ സ്പിന്നി അവരുടെ പേസും സ്പിന്നും ഒക്കെ ഒരേപോലെ തന്നെ ശക്തമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു രണ്ട് പേസ് ആയാലും സ്പിൻ ആയാലും അപ്പൊ അവരതൊരു ഡേഞ്ചറസ് ആണ്. അതായത് ഒട്ടും മോശമൊന്നുമല്ല. ഇന്ത്യയുടെ ഇന്നിങ്സ് നിയന്ത്രിക്കാൻ പോകുന്നത് ഞാൻ തിലക് വർമ്മ ആയിരിക്കും എന്ന് പറഞ്ഞില്ല. കൂടാതെ ലോവേഴ്സിൽ അദ്ദേഹമായിരിക്കും ഇന്ത്യയുടെ റൺ മേക്കിംഗ് എഞ്ചിൻ, ഒരു പ്രഷർ ഹാൻഡിങ്, ഒരു വേൾഡ് ക്ലാസ് ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ ജസ്പ്രീത് ബുംറ ഡെത്ത് ഓവേഴ്സിന്റെ ശ്വാസമാണ്. സെക്കൻഡ് മാച്ച് മിസ്സായെങ്കിലും അദ്ദേഹമാണ് ടീമിന്റെ ഏറ്റവും വലിയ നാടി, ബൗളിംഗ് നാടി. യോർക്കർ, സ്ലോവർ വേരിയേഷൻ എന്താ പറയുന്നത് അടിപൊളിയാണ്. പിന്നെ ജിതേഷ് ശർമ്മയും ഡ്യൂബയുടെയും ലാസ്റ്റ് ഓവേഴ്സിൽ ഇവരുടെ ഒരു ഫിനിഷിംഗ് ടച്ച് ഇവരിൽ നിന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ സ്പിന്ന് കൂടുതലും ഒരു വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു മിസ്റ്ററി സ്പിൻസ് സൗത്ത് ആഫ്രിക്കയുടെ മിഡിൽ ഓർഡേഴ്സിനെ തകർക്കാൻ കഴിവുള്ള ഒരു സ്പിന്നറാണ്. അക്ഷർ പട്ടേൽ ഉണ്ടാവും, ചിലപ്പോൾ കുൽദീപ് യാദവ് ഉണ്ടാവും. അതൊക്കെ നോക്കാം നമുക്ക്. സൗത്ത് ആഫ്രിക്കയുടെ കിൻഡൻ ഡിക്കോക്കിന്റെ ഇന്നിങ്സ് തുടക്കം തന്നെ നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ഓവർ അദ്ദേഹം ബാറ്റ് ചെയ്യണമെങ്കിൽ ഒരു 150 കൺഫേം ആണ്. എയ്ഡൻ മാക്രം ഒരു ആർക്കിടെക്ട് ആണ്. എന്താ പറയണത്, ഒരു സ്പിന്നിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ആണെന്ന് പറയുന്നത്. ഡിവാൾ ബ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനാണ്, അടിച്ചു പൊളിക്കുന്ന ഒരു പടമാണ്. അതേപോലെ തന്നെ മാർക്കോ ജാൻസൺ ആയാലും എൻഗിഡി ആയാലും അവരുടെ ഇന്ത്യ ആയാലും സ്പിന്നർ എല്ലാവരും നല്ല ഇതാണ്. അപ്പൊ തേർഡ് മാച്ച് ഒരു ടാക്ടിക്കൽ ബാറ്റിംഗ് ആണ് അത്. എന്താ പറയണത്, ആദ്യം എയർലി ബൗൾ ചെയ്തിട്ട് വിക്കറ്റ്സ് എടുക്കുന്നത് ആരാണോ അവർ മാച്ചിൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ ഒരു 155-200 ഈസി ആയിട്ട് അടിക്കും. അതായത് എയർലി ഓവേഴ്സ് സീമേഴ്സിന് ഒരു ഇത് കിട്ടുമ്പോൾ തന്നെ വിക്കറ്റ് എടുക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മാച്ച് വിജയിക്കാൻ അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ തുടക്കം തന്നെ ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിപ്പം രണ്ടുപേരെയും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഒരു ഇൻകൺസിസ്റ്റന്റ് ആണ്. ബൗളിംഗ് റിതം സെക്കൻഡ് മാച്ചിൽ കംപ്ലീറ്റ്ലി മിസ്സിംഗ്, ഫസ്റ്റ് മാച്ചിൽ പക്ഷെ സൂപ്പർ. എനിക്ക് തോന്നുന്നത് ഒരു 50-50 ചാൻസ് ആണ് ധർമ്മശാലയിൽ നാളെയല്ല 14-ാം തീയതി ഞായറാഴ്ചയാണ് നടക്കുന്ന ഒരു മാച്ചിൽ 50-50 ചാൻസ് ആയിരിക്കും രണ്ടുപേർക്കും ആണെന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ബൗളിംഗ് കുറച്ചുകൂടി ചിലപ്പോൾ ഹർഷദീപ് സിംഗിനെ മാറ്റിയിട്ട് ഹർഷിത് റാണയെ അവർ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതായത് ഈ ഒരു 11ാമത്തെ ഓവറിലൊക്കെ അദ്ദേഹം 7 വൈഡുകൾ എറിഞ്ഞപ്പോൾ ഗംഭീറിന്റെ ഒക്കെ ഒരു ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഹർഷിത് റാണയെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ചും കൂടി 2020-യിൽ നല്ല ബോളർ അടിയൊക്കെ കൊണ്ടെങ്കിലും അദ്ദേഹം പക്ഷെ ഹർഷദീപ് സിംഗ് ആണ് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അതായത് 2020-യിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് 100 വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തിയ ഒരു ബൗളർ, നല്ല രീതിയിൽ ലൈനിങ് ലെങ്ത് ഒക്കെ കൺട്രോൾ ചെയ്തെറിയുന്ന ഒരു ബോളർ ഒക്കെയാണ് അദ്ദേഹം. അതേപോലെ തന്നെ മികച്ച രീതിയിൽ ബോൾ എറിയുന്ന, എന്തു പറ്റിയെന്നറിയില്ല, അദ്ദേഹത്തിന് ഒരു കൺട്രോൾ തന്നെ വിട്ടുപോയി രണ്ടാമത്തെ കളി. അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് സ്ലൈറ്റ്ലി കുറച്ച് അതായത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇമ്പാക്ട് സൗത്ത് ആഫ്രിക്കൻ സൈഡിലും ഇത് കുറച്ച് നമ്മുടെ ടെക്നിക്സിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ മാച്ച് നമ്മുടെ കയ്യിലോട്ട് തന്നെ വരാം. കാര്യം നമ്മൾക്ക് പറ്റിയ പിച്ചാണ്, അതേ പറ്റിയ ബോളർമാരുണ്ട്. സ്പിന്നർമാരാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയും കുഴപ്പമില്ല, അവരുടെ ബാറ്റിംഗ് ഇതേപോലെ തന്നെ എയർലി വിക്കറ്റ്സ് നമുക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് തകർന്നു പോകും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ഓവറുകൾ, പവർ പ്ലേ ഓവറുകൾ തന്നെ ആയിരിക്കും ഒരു മാച്ചിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സമയം വരെ ആരെങ്കിലും കാണുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.